എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. സീരിയൽ മാനിയ വെറൈറ്റി സ്റ്റോറീസിന്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ ഞാൻ എത്തിയിരിക്കുന്നത് നമ്മുടെ കുടുംബവിളക്ക് സീരിയലിന്റെ നാളത്തെ ആ ഒരു സൂപ്പർ ഹിറ്റ് പ്രൊമോ വിശേഷമൊക്കെ ആയിട്ടാണ്. നേരെ നമുക്ക് ആ കഥയിലേക്ക് പോയാലോ. അങ്ങനെതാ നമ്മുടെ അനിരുദ്ധും അതുപോലെ തന്നെ അനന്യയും കൂടെ നിന്ന് സംസാരിക്കുകയാണ്. അപ്പം രണ്ടുപേർക്കും കൊച്ചിനെ നഷ്ടപ്പെടുന്ന കാര്യമൊക്കെ ആലോചിക്കുമ്പോൾ നല്ല വിഷമമൊക്കെ ഉണ്ട്. ഈ സങ്കടങ്ങൾ പരസ്പരം പറഞ്ഞു തീർക്കുന്ന ആ ഒരു സമയത്ത് അനന്യാണെങ്കിലോ, ഞാൻ ഈ കൊച്ചിനെയും കൂട്ടി ഈ നാട്ടിൽ നിന്ന് തന്നെ പോയിക്കോളാം, പ്രതീഷിന്റെ കണ്ണെത്താത്ത ദൂരത്ത്, അത് മാത്രമേ ഇനി രക്ഷയുള്ളൂ എന്നും പറഞ്ഞ് ഇവള് പെട്ടിയൊക്കെ പാക്ക് ചെയ്ത് ഇറങ്ങാൻ തുടങ്ങുന്ന ആ ഒരു സമയം അനിരുദ്ധ് പറഞ്ഞു, നീ എവിടെ പോയാലും നിന്റെ പിന്നാലെ തന്നെ പ്രതീക്ഷ വരും. അതുകൊണ്ട് അവന് വേണ്ടിയിട്ട്, നമ്മുടെ കുഞ്ഞിന് വേണ്ടിയിട്ട് കുറച്ച് സമയം നീ ഒന്ന് കാത്തിരിക്കുക. ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പ്രതീക്ഷനെ ധരിപ്പിച്ചോളാന്നും പറഞ്ഞ് അനിരുദ്ധ് ഇങ്ങനെ സംസാരിച്ചു. കാര്യങ്ങളൊക്കെ ഞാൻ ആലോചിക്കുന്ന വഴിയിൽ തന്നെ വന്നില്ലെങ്കിൽ പിന്നെ നിങ്ങളുമായിട്ട് എനിക്ക് യാതൊരുവിധ ബന്ധം ഉണ്ടാവില്ല എന്നും പറഞ്ഞ് അനന്യ അവിടെ കലി പൂണ്ട് നിൽക്കുമ്പോഴത്തേക്കിനും തൻ്റെ കുടുംബജീവിതവും തകരും എന്നുള്ളൊരു അവസ്ഥയിലായല്ലോ എന്ന് ആലോചിച്ച് അനിരുദ്ധ് അങ്ങനെ സങ്കടപ്പെടുകയാണ്. പിന്നീടാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ സുമിത്രയാണ്. അപ്പൊ പ്രതീഷിനെ ഇത്രയും നേരമായിട്ടും സുമിത്ര കാണുന്നില്ല. അപ്പൊ പ്രതീഷ് റൂമിൽ റെസ്റ്റ് എടുക്കുകയാണെന്നാണ് അനിരുദ്ധ് പറഞ്ഞത്. സുമിത്രയാണെങ്കിലോ നേരെ അവന്റെ റൂമിലേക്ക് കയറി പോകാൻ തുടങ്ങുമ്പോഴത്തേക്കിനും പ്രതീഷ് ഇങ്ങനെ ഇറങ്ങി വരികയാണ്. പ്രതീഷിനെ കണ്ട പാടെ തന്നെ സുമിത്രത ഓടിച്ചെന്നു മോനേന്ന് വിളിക്കുകയാണ്. അപ്പൊ പ്രതീഷ് ആണെങ്കിലോ തൻ്റെ അമ്മയാണെന്നും അമ്മയുടെ പഴയ സ്നേഹമൊന്നും തനിക്ക് ഇപ്പം ഇല്ല എന്നുള്ള രീതിയിലും ഒരുമാതിരി വെറുപ്പിക്കുന്ന രീതിയിൽ സുമിത്രയോട്, നിങ്ങൾ എന്തിനാ എന്നെ മോനെ എന്നൊക്കെ വിളിക്കുന്നത്? നിങ്ങൾക്കുണ്ടല്ലോ 2 മക്കള്, ആ മക്കള് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് സ്വന്തമായിട്ട്. എന്തായാലും ഇനി നിങ്ങൾ എന്നെ മോനെ എന്നൊന്നും വിളിക്കേണ്ട, എനിക്കത് കേൾക്കാനും ആഗ്രഹമില്ല എന്നൊക്കെ പറഞ്ഞ് ഇവൻ ദേഷ്യപ്പെട്ട് ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പം സുമിത്ര പറഞ്ഞു, മോനെ എല്ലാം നിന്റെ തെറ്റിദ്ധാരണ മാത്രമാണ്. അമ്മ ഇത്രയും കാലവും പോയിരുന്ന ആ ഒരു വഴികള്, അമ്മ അനുഭവിച്ച വേദന, അതൊക്കെ നിനക്ക് മനസ്സിലാകണമെങ്കിൽ നിനക്കും ഒരു കുഞ്ഞുണ്ടാവണം. ആ കുഞ്ഞിന്റെ വളർച്ചയും അതുപോലെ തന്നെ ആ കുഞ്ഞിനെ കാണാതിരിക്കുമ്പോഴും നിനക്ക് എങ്ങനെയായിരിക്കുമോ ആ ഫീലിങ്സ് തന്നെയാണ് എനിക്കും ഉള്ളതെന്ന് പറഞ്ഞു. അപ്പം എന്തൊക്കെ പറഞ്ഞിട്ടും ഒരു രക്ഷയില്ല. നമ്മുടെ രഞ്ജിത പറഞ്ഞു കൊടുത്തിരിക്കുന്ന അതേ വഴിയിലാണ് പ്രതീക്ഷ ഇപ്പം സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഒന്നും തന്നെ സംസാരിക്കാനില്ല. പിന്നെ ഈ വീട്ടിലെ ചില ആൾക്കാരോട് ഞാൻ ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ധരിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അവര് അത് എത്രയും പെട്ടെന്ന് നടപ്പാക്കി തരണം. തന്നില്ലെങ്കിൽ ഈ പ്രതീഷിന്റെ സ്വഭാവം മാറും. ഞാൻ നിങ്ങളുടെ പഴയ പ്രതീക്ഷ അല്ല എന്നും പറഞ്ഞ് പ്രതീക്ഷ ദേഷ്യപ്പെട്ട് ഇറങ്ങി പോകുമ്പോഴത്തേക്കിനും നിറകണ്ണുകളോട് കൂടി സുമിത്ര അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അങ്ങനെതാ ആ ഒരു സീനൊക്കെ കഴിയുമ്പോഴാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ പങ്കജിനെയും പൂജയുമാണ്. രണ്ടുപേരും കൂടെ രഞ്ജിതയുടെ അടുത്തേക്ക് വരികയാണ്. അപ്പൊ രഞ്ജിതയ്ക്കും പൂജയെ കണ്ട പാടെ തന്നെ ഭയങ്കര സന്തോഷമൊക്കെ ആയി. രഞ്ജിത വന്നിട്ട് പൂജയോട് സംസാരിക്കുക, മോളെ എന്താ മോളെ ഇത്, എത്ര ദിവസമായി നീ ആന്റിയുടെ അടുത്തുനിന്ന് പോന്നിട്ട്, എന്നിട്ട് നിനക്ക് എപ്പോഴെങ്കിലും എൻ്റെ അടുത്ത് വന്ന് നിൽക്കാനോ എൻ്റെ അടുത്ത് സംസാരിക്കാനോ ഒക്കെ തോന്നിയോന്ന് ചോദിക്കുകയാണ്. ആൻറ്റി ഭയങ്കര തിരക്കല്ലേ, ആൻറ്റിക്ക് അറിയാലോ, പ്രതീക്ഷേട്ടൻ്റെ കാര്യമൊക്കെ ആലോചിച്ചിട്ട് അമ്മയ്ക്കും ഭയങ്കര ടെൻഷനാണ്. ഇപ്പൊ തന്നെ ആൻറ്റിയാണ് പ്രതീക്ഷേട്ടനെ ജയിലിൽ നിന്ന് ഇറക്കിയെന്നും പറഞ്ഞ് ആൻറ്റിയുമായിട്ടുള്ള സകല ബന്ധങ്ങളും അവസാനിപ്പിക്കണമെന്ന് അമ്മ എനിക്ക് താക്കീത് തന്നിരിക്കുകയാന്ന് നമ്മുടെ പൂജ രഞ്ജിതയോട് പറയുമ്പോഴത്തേക്കിനും രഞ്ജിത പറയാണ്, മോളെ അത് ഞാൻ എന്താ ചെയ്യേണ്ടത്? പ്രതീഷിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ, അതുപോലെ തന്നെ സുമിത്രയുടെയും നന്മയ്ക്ക് വേണ്ടിയിട്ട് മാത്രമേ ഞാൻ പ്രവർത്തിച്ചിട്ടുള്ളൂ. മോള് കാര്യങ്ങൾ സുമിത്രയെ പറഞ്ഞ് ധരിപ്പിക്കണമെന്നും പറഞ്ഞ് രഞ്ജിത മോള് പങ്കജിന്റെ ഒപ്പം പോയിക്കോന്ന് പറഞ്ഞു. അപ്പതാ രഞ്ജിതയും അരവിന്ദനും കൂടി പൂജ ഇതൊക്കെ കേൾക്കത്തക്ക രീതിയിൽ പൂജയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാണ്. എന്തിനാ അരവിന്ദേട്ടാ എന്നോട് സുമിത്ര ഇങ്ങനെയൊക്കെ കാണിക്കുന്നതെന്ന് പറഞ്ഞ് രഞ്ജിത ഭയങ്കര ഭാവാഭിനയം എടുക്കുകയാണ്. അപ്പൊ രഞ്ജിതയുടെ ഈ അഭിനയം കാണുമ്പോൾ, എൻ്റെ പൊന്നു രഞ്ജു, നീ ഇത്ര വലിയൊരു നടിയാണോ എന്നുള്ള രീതിയിൽ നമ്മുടെ അരവിന്ദൻ അവിടെ അങ്ങനെ നിൽക്കുകയാണ്. അപ്പതാ രഞ്ജിത പറഞ്ഞു, സുമിത്രയോട് ഞാൻ എന്ത് ദ്രോഹം ചെയ്തിട്ടാ എന്നെ പൊന്നു പോലെ സ്നേഹിച്ചതാ എൻ്റെ ഏട്ടൻ. സുമിത്രയുമായിട്ടുള്ള കല്യാണത്തിന് ശേഷമാണ് എൻ്റെ ഏട്ടൻ എന്നെ മറന്നത് എന്നുള്ള കാര്യമൊക്കെ ഞാൻ പല പ്രാവശ്യം അരവിന്ദേട്ടനോട് പറഞ്ഞിട്ടില്ലേ. എന്നിട്ടും നിങ്ങൾക്ക് പോലും എന്നെ മനസ്സിലാവുന്നില്ലല്ലോ. ഞാനുണ്ടല്ലോ എൻ്റെ പൂജമോളെ എൻ്റെ ജീവനെ പോലെ തന്നെയാണ് സ്നേഹിക്കുന്നത്. എൻ്റെ ഏട്ടൻ്റെ മോളല്ലേ അവള്, എനിക്ക് അവളെ പിരിയാൻ പറ്റൂ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിന് ഇങ്ങനെ ഡയലോഗ് അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഇതൊക്കെ പൂജ കേൾക്കുന്നുണ്ട് എന്നുള്ള രീതിയിൽ അരവിന്ദൻ ഇങ്ങനെ തലകുലുക്കുകയാണ്. അപ്പൊ രഞ്ജിത ഒന്ന് ഓട്ടക്കണ്ടിട്ട് നോക്കുമ്പോഴത്തേക്കിനും പൂജ ഇതൊക്കെ കേട്ട് ആ സ്റ്റെയർ കേസിൽ തന്നെ നിൽക്കുന്നുണ്ട്. അങ്ങനെ കാര്യങ്ങളൊക്കെ പൂജയ്ക്ക് മനസ്സിലായി. അപ്പതാ നമ്മുടെ രഞ്ജിത ഇത്രയും സെന്റിമെന്റ്സ് ഒക്കെ അടിച്ച് നിൽക്കുന്ന ഒരു സമയത്താണെങ്കിലും പൂജ പെട്ടെന്ന് തന്നെ രഞ്ജിത ആന്റി കണ്ടു കഴിഞ്ഞാൽ ആന്റിയുടെ വിഷമം കൂടുമല്ലോ എന്ന് വിചാരിച്ച് പങ്കജിന്റെ റൂമിലേക്ക് പോവാണ്. അങ്ങനെ ആ ഒരു സീനും കഴിയുമ്പോഴാണെങ്കിലും നമ്മുടെ സച്ചിൻ അടിച്ചു വീഴ്ത്തിയിട്ടല്ലോ ശീതളിനെയും താങ്ങി പിടിച്ച് സരസ്വതിയമ്മ ആ കട്ടിലെ കൊണ്ടുപോയി ഇരുത്തി. അതിനുശേഷമാണെങ്കിലോ
മോളെ ശീതളെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സഹിക്കുന്നത്? ദേ ആ വട്ടനെ ഉപേക്ഷിച്ചിട്ട് നമുക്ക് നമ്മുടെ ശ്രീനിലയത്തിലേക്ക് പോവാടി. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് അനുഭവിച്ച് തീരുന്നേന്നൊക്കെ പറഞ്ഞ് സരസ്വതി ഇങ്ങനെ ശീതളിനെ ഉപദേശിക്കുമ്പോഴത്തേക്കിനും ശീതൾ പറയാണ്, അച്ഛമ്മയോട് ഞാൻ ഒരിക്കൽ പറഞ്ഞു, അച്ഛമ്മയ്ക്ക് പോകണമെങ്കിൽ അച്ഛമ്മയ്ക്ക് പോവാം. ഇതൊരു നരകമാണ്, ഈ നരകത്തിൽ കിടന്ന് തീരാനായിരിക്കും ഈ ശീതളിന്റെ വിധിയെന്നും പറഞ്ഞ് അവളിങ്ങനെ സങ്കടപ്പെടുമ്പോഴത്തേക്കിനും, മോളെ അവനെ നിലയ്ക്ക് നിർത്തണമെങ്കിൽ ഇനി ഒരാൾ വിചാരിച്ചാലേ സാധിക്കുകയുള്ളൂ. അത് മറ്റാരും അല്ല, നിന്റെ അമ്മയാണ്. സുമിത്ര തന്നെ വേണ്ടി വരും ഇവനെ ഒതുക്കാനെന്നും പറഞ്ഞ് സുമിത്രയെ വിളിച്ചാലോ എന്നുള്ള ഒരു തീരുമാനത്തിൽ സരസ്വതി അമ്മ എത്തി നിൽക്കുകയാണ്. അപ്പൊ ദാ ശീതള പറയുന്നുണ്ട്, അമ്മ വന്നു കഴിഞ്ഞാൽ അന്നുണ്ടായ പോലെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവില്ലേ? എന്നെ ഇനിയും വീട്ടിലേക്ക് വിളിച്ചുകൊണ്ട് പോവില്ലേ? ഞാനപ്പോൾ എന്താ അച്ഛമ്മ ചെയ്യേണ്ടത്? അവിടെ അൻഡുദേട്ടനും അതുപോലെ അന്നിയും കൂടി ഉള്ളപ്പം എനിക്ക് അവിടെ നിൽക്കാനേ പറ്റില്ല എന്നൊക്കെ പറഞ്ഞ് ശീതൾ ഇങ്ങനെ വിഷമം പറയുമ്പോഴത്തേക്കിനും സരസ്വതി പറഞ്ഞു, ദേ ഞാൻ ശീതളെ നിന്റെ സങ്കടങ്ങൾ മുഴുവനും നിന്റെ അമ്മയെ വിളിച്ച് അറിയിക്കാൻ പോവാണ്. അവൾ ഇനി ഒരു തീരുമാനം എടുക്കട്ടെ. നിന്റെ അച്ഛൻ നിന്റെ അമ്മയാണ് നിന്നെ ഏൽപ്പിച്ചിട്ട് പോയിരിക്കുന്നത്. അതുകൊണ്ട് അവളെടുത്ത തീരുമാനത്തിനായിരിക്കും ഇനി മുൻതൂക്കമെന്നും പറഞ്ഞ് സരസ്വതി നമ്മുടെ സുമിത്രയെ പക്ഷം പിടിച്ച് സംസാരിക്കുകയാണ്. അങ്ങനെ ആ ഒരു സീനും ഒക്കെ കഴിഞ്ഞു. നമ്മുടെ പങ്കജിന്റെ അടുത്ത് പൂജ പോയി സംസാരിക്കുകയാണ്. അതെ പങ്കജെ, ആന്റി എന്നെ എത്രമാത്രം സ്നേഹിക്കുന്നെന്ന് പങ്കജിന് അറിയോ? ഞാൻ ആന്റിയുടെ യഥാർത്ഥ സ്നേഹം ഇപ്പൊ തിരിച്ചറിയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് പങ്കജിന്റെ അടുത്ത് പോയി ഭയങ്കര ഡയലോഗ് അടിക്കുക. അപ്പൊ പങ്കജും പറഞ്ഞു, എടോ ഞാൻ തന്നോട് പറഞ്ഞില്ലേ, തന്റെ അച്ഛന്റെ അടുത്ത് നിന്നും ആ സ്വത്തുക്കളൊക്കെ അച്ഛൻ എഴുതി കൊടുത്തതാണെങ്കിലും അമ്മ അനുഭവിച്ച ആ ഒരു സമയത്ത് അപ്പൊ മാത്രം അതും സുമിത്രാന്റിയോടുള്ള ദേഷ്യം കൊണ്ട് മാത്രമാണ് തന്നെ അകറ്റിയൊക്കെ നിർത്തിയത്. പിന്നെ തന്റെ അച്ഛന്റെ ഓർമ്മകൾ തന്നെയാണ് എൻ്റെ അമ്മ ഇപ്പോൾ ഉള്ളത് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ രഞ്ജിതയെ കുറിച്ച് നല്ല വാക്കുകളൊക്കെ പങ്കജ് പറയാണ്. പങ്കജ്, ഞാൻ എന്താ ചെയ്യേണ്ടത്? എനിക്കിപ്പോൾ അറിയില്ല. അമ്മ പറയണ കേൾക്കണോ അതോ രഞ്ജിതാൻ്റെ പറയുന്നത് കേൾക്കണോ എന്നൊക്കെ. മോളെ അങ്ങനെ നമ്മുടെ പങ്കജ് പറയാണ്, പൂജ നീ ബുദ്ധിയുള്ള കുട്ടിയല്ലേ, നീ തന്നെ കറക്റ്റ് ആയിട്ടുള്ള ഒരു തീരുമാനത്തിൽ എത്തുക എന്ന് പറഞ്ഞു. അങ്ങനെ പൂജ ഇറങ്ങാൻ തുടങ്ങുന്ന ആ ഒരു സമയം നമ്മുടെ രഞ്ജിതയാണെങ്കിലും മനസ്സിലുള്ള കാര്യങ്ങൾ, അതായത് നമ്മുടെ പങ്കജിനെ കുറിച്ചിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ അത് മുഴുവനും പൂജയെ പിടിച്ചു നിർത്തിയിട്ട് പറയാൻ തുടങ്ങുകയാണ്. പൂജ മോളെ, ഞാൻ നിന്നെ എൻ്റെ സ്വന്തം മോളായിട്ട് നോക്കിക്കോളാം. ദേ ആൻറ്റിക്ക് എൻ്റെ മോളെ പിരിയാനേ പറ്റില്ല. എൻ്റെ രോഹിതേട്ടനെ കാണുന്നത് പോലെ തന്നെയാണ് നിന്നെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് എനിക്ക് നിന്നെ പിരിയാൻ പറ്റില്ല മോളെ. ദേ ആൻറ്റി ഒരു കാര്യം ചോദിച്ചാൽ എൻ്റെ മോള് സത്യം പറയുമോ എന്ന് ചോദിക്കുക. അപ്പം എന്താ ആൻറ്റി എന്തിനാ ഇങ്ങനെ സങ്കടപ്പെടുന്നത്? മോളെ നിനക്കറിയാലോ ആൻറ്റി ഗുളിക കഴിക്കുന്ന കാര്യം. ആൻറ്റിക്ക് ഒരുപാട് മാനസിക പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. ദേ മോള് ആൻറ്റിയുടെ ഒപ്പം നിന്ന് കഴിഞ്ഞാൽ ആൻറ്റിക്ക് സമാധാനമാവും. അതിന് വേണ്ടിയിട്ട് മാത്രമാണ് ആൻറ്റി ചോദിക്കുന്നത്. മോൾക്ക് എൻ്റെ പങ്കജിനെ ഇഷ്ടമാണെന്ന് ചോദിക്കുക. അപ്പം രഞ്ജിതയുടെ ഈ ഒരു ചോദ്യമൊക്കെ കേൾക്കുമ്പോഴത്തേക്കിനും പൂജയാണെങ്കിൽ എന്ത് പറയണമെന്ന് പോലും അറിയാതെ രഞ്ജിതാൻ്റെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു രോഗാവസ്ഥയിലൂടെ കടന്നു പോകുകയാണെന്നുള്ളൊരു കാര്യവും ഇവൾ മനസ്സിലാക്കിയാണല്ലോ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് രഞ്ജിതയോട് എന്ത് പറയണമെന്ന് അറിയില്ല. തൻ്റെ ആൻറ്റിയെ വെറുപ്പിക്കാനും പറ്റില്ല. തൻ്റെ അമ്മയും ആൻറ്റിയും തമ്മിലുള്ള ശത്രുത ഇവൾക്ക് നല്ലതുപോലെ അറിയുകയും ചെയ്യാം. അങ്ങനെ ധർമ്മസങ്കടത്തിൽ പെട്ട് നിൽക്കുന്ന നമ്മുടെ പൂജയെ കാണിച്ചുകൊണ്ടാണ് കുടുംബവിളക്കിന്റെ നാളത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പോൾ രാവിലത്തെ നമ്മുടെ ആ ഒരു വിശേഷമൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണുക. അതുവരെ എല്ലാവർക്കും ബൈ.